ഇന്ന് മറാഠ സാമ്രാജ്യ സ്ഥാപകൻ ഛത്രപതി ശിവാജി മഹാരാജ് സ്മൃതി ദിനം. ഭാരതമെങ്ങും ഹൈന്ദവ ശക്തിയുടെ ഉയർത്തെഴുന്നേൽപ്പ് ലക്ഷ്യമിട്ട മഹാനായ ചക്രവർത്തി ശിവാജി മഹാരാജ് 1627 ഫെബ്രുവരി 19 പൂനെയിലെ ജുന്നാർ നഗരത്തിനടുത്തുള്ള ശിവനേരി കോട്ടയിലാണ് ശിവാജി ജനിച്ചത്. മറാഠ സൈന്യ പ്രമുഖനായിരുന്ന ഷഹാജി ഭോസ്ലെയുടെയും ദേവഗിരിയിലെ യാദവ രാജകുടുംബാംഗമായ ലഖുജി മാധവറാവുവിന്റെ മകളായ ജീജാഭായിയുടെയും ഇളയ മകൻ. മാതാവിൽ നിന്ന് ഇതിഹാസ പുരാണ കഥകൾ കേട്ടുവളർന്ന അദ്ദേഹം ഒരു തികഞ്ഞ യോദ്ധാവും രാഷ്ട്രതന്ത്രജ്ഞനുമായാണ് വളർന്നത്. ആയോധന കല, കുതിരസവാരി എന്നിവയ്ക്കൊപ്പം ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും അദ്ദേഹം പ്രാഗൽഭ്യം നേടി. ദാദാജി കൊണ്ടദേവ് എന്ന ഗുരുദേവന്റെ കീഴിൽ നിന്ന് ശിക്ഷണം നേടിയ അദ്ദേഹം കറതീർന്ന സ്വഭാവശുദ്ധിയുടെയും ദേശീയ പ്രതിബദ്ധതയുടെയും മൂർത്തിരൂപമായി മാറി. ധർമ്മത്തിന്റെ അടിത്തറയിലാണ് അദ്ദേഹം തന്റെ സാമ്രാജ്യം പടുത്തുയർത്തിയത്. 1674 ജൂൺ 6 ഹിന്ദു സാമ്രാജ്യത്തിന്റെ ഛത്രപതിയായി അദ്ദേഹം അവരോധിക്കപ്പെട്ടു. മുഗളാധിപത്യത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുവാനുള്ള ആദ്യ യുദ്ധം ശിവാജിയുടെ 29ാം വയസ്സിലായിരുന്നു. അഫ്സൽ ഖാനുമായുള്ള പ്രതാപ്ഗഡ് യുദ്ധത്തിലെ വിജയം ശിവാജിയിൽ ആത്മവിശ്വാസമുണർത്തി. പൂർണ്ണമായും ജനതയുടെ വിപ്ലവമായിരുന്നു അത്. നൂറ്റാണ്ടുകളുടെ അടിമത്വത്തിൽ നിന്ന് ഭാരതം പുതിയൊരു ലോകത്തേക്ക് കാൽവെക്കുകയായിരുന്നു. ശിവാജിയുടെ വീക്ഷണങ്ങളിൽ രാഷ്ട്രത്തിന്റെ ഉയർച്ച മാത്രമായിരുന്നു ലക്ഷ്യം. അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള വെല്ലുവിളിയായിരുന്നു അദ്ദേഹത്തിന്റെ ഹിന്ദു സാമ്രാജ്യം. ഭരണകാര്യത്തിൽ ഉത്തമ മാതൃക ഏതെന്ന് ചരിത്രത്തിൽ കാട്ടിത്തരുന്നത് ഛത്രപതി ശിവാജിയുടെ ഭരണകാലഘട്ടം തന്നെയാണ്. സുതാര്യത, പങ്കാളിത്തം, ഉത്തരവാദിത്വം, നിയമവാഴ്ച എന്നീ ഘടകങ്ങളിൽ അധിഷ്ഠിതമാണ് സദ്ഭരണമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. നൂതനമായ സൈനിക തന്ത്രങ്ങൾക്ക് അദ്ദേഹം രൂപം നൽകി. ഗറില്ല യുദ്ധം ഉപയോഗിക്കുകയും തന്റെ രാജ്യം സംരക്ഷിക്കാൻ നാവികസേന നിർമ്മിക്കുകയും ചെയ്തു. സമർത്ഥമായ തീരുമാനങ്ങളുടെ ശക്തമായ നേതൃത്വവും ശിവാജി മഹാരാജാവിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരണാധികാരിയാക്കി. കേവലം ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്നതിലുപരി രാഷ്ട്രാത്മാവിന്റെ സ്വപ്നമറിയുന്ന രാഷ്ട്രമീമാംസകനായിരുന്നു ശിവാജി. അദ്ദേഹത്തിന് വ്യക്തമായ ലക്ഷ്യബോധമുണ്ടായിരുന്നു. സ്വാമി വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ ഭാരതത്തിലെ ഏറ്റവും മഹാനായ ഹിന്ദു ആയിരുന്നു ഛത്രപതി ശിവാജി. മുഗളന്മാരുടെ കയ്യിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിച്ചെടുത്തവൻ, ഹിന്ദുധർമ്മത്തെ പുനഃപ്രതിഷ്ഠിച്ചവൻ. ഭരണാധികാരി എന്ന നിലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശിവാജിക്ക് കഴിഞ്ഞു. അഴിമതിയും രാജ്യദ്രോഹവും അദ്ദേഹം അനുവദിച്ചില്ല. അടിമത്തത്തിന്റെ അവശിഷ്ടങ്ങളായിരുന്ന എല്ലാത്തിനെയും അദ്ദേഹം തിരസ്കരിച്ചു. ആത്മവിസ്മൃതിയിലാണ്ടുപോയ ഒരു ജനതയെ ആത്മവിശ്വാസം നൽകുന്നതിൽ ശിവാജിയും അദ്ദേഹം സ്ഥാപിച്ച ഹിന്ദു സാമ്രാജ്യത്തിനും വലിയൊരു പങ്കുണ്ട്. ഒരർത്ഥത്തിൽ ഹിന്ദുസ്ഥാനിലെ ഹിന്ദു നവോത്ഥാനത്തിന്റെ തുടക്കം ശിവാജിയിൽ നിന്നാണ്. 1680 ഏപ്രിൽ 3 തന്റെ ചരിത്ര നിയോഗം പൂർത്തിയാക്കി ഛത്രപതി ശിവാജി മഹാരാജ് ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങി. ഛത്രപതി ശിവാജി മഹാരാജിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശതകോടി പ്രണാമം.